ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ വെച്ച് ചെയ്ത അപ്പമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് മതിയാവും. മൊറോക്കൻ പാൻ കേക്ക് ആയിട്ടുള്ള ബഗ്രിയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ചെയ്തിട്ടുള്ള ഒരു അപ്പമാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ സെമോലിനയാണ് വേണ്ടത്, റവ. അതെന്ത് ചെയ്യാം, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് എല്ലാം ഒന്ന് ബ്ലെൻഡായിട്ട് കിട്ടാനായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് മാവിലോട്ടാണ് ചേർക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പ്രൂഫ് ചെയ്തതിന് ശേഷം ചേർക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ലൈറ്റ് ചൂടുള്ള വെള്ളമാണ്. അതൊരു 1.5 കപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് മിക്സി അടച്ച് വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ സെമോലിനയാണ് എന്നുണ്ടെങ്കിൽ, ഒത്തിരി വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 5 മിനിറ്റ് ഇതിനെ കുതിർത്തി വെച്ചതിന് ശേഷം അരച്ചെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ അരച്ചെടുക്കാൻ കുറച്ചുകൂടി ഈസിയാവും. അപ്പോൾ ഈ ഒരു മാവിന് നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒന്ന് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല സ്മൂത്തായിട്ട് നല്ല ഇങ്ങനെ നമ്മുടെ ദോശയുടെ മാവൊക്കെ പൊങ്ങി വന്നതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഈസ്റ്റിൻ്റെ സ്മെല്ലും ഒട്ടും ഇല്ലാതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ചൂടായ കല്ലിലിട്ട് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നല്ല ചൂടായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒരു 2 തവി ബാറ്റർ ഒഴിച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഒത്തിരി തിന്നായിട്ട് പരത്തണ്ട. നമ്മുടെ നോർമൽ അപ്പത്തിൻ്റെയൊക്കെ ആ ഒരു തിക്നെസ് വേണം നമുക്ക് ഈ ഒരു അപ്പത്തിന് വേണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫ്ലിപ്പ് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ മുട്ടപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ പാനിൽ വെച്ച് അതിൻ്റെ ഹോൾസൊക്കെ നന്നായിട്ട് വന്നു ആ മാവ് മുഴുവനായിട്ട് ഡ്രൈ ആവുന്നത് വരെ നമ്മളിതിനെ കുക്ക് ചെയ്യണം വേണ്ടത്. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ താഴെ ഭാഗത്ത് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിമിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എത്ര നല്ല ഹോൾസായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ബാക്ക് ഭാഗത്തും നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് എല്ലാം ഇപ്പോൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.